ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് CPM-ന്റെ മുഖ്യമന്ത്രി. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ നീ പിടിച്ച് തള്ളല്ലേ? തൊട്ടാ കൊള്ളാത്ത ഒരു തെമ്മാടിയായ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടും. ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുടിച്ചവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ലോ. പാവം അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനെന്ത് ചെയ്യണോ? ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുമ്പോൾ ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ഡിവൈഎഫ്ഐക്കാരനെ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്. പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വിൽക്കാൻ ശ്രമിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അടിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ തിരുത്താൻ പോരുത്. അവനെ തിരുത്തിയിട്ട് കാര്യമില്ല. എന്താ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോടുള്ള അസൂയ. എനിക്കതല്ല സംശയം. ആരായിരിക്കും അയാളോട് കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്ന. നീ ഇവിടെ കിടന്ന് ഇത്രയും കാലം വരസിയില്ലേ? നോക്കിക്കോ, ഞാനും പപ്പേട്ടനും കൂടി നിന്നെയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കും. ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ തൊട്ടാ കൊള്ളാത്ത ഒരു തെമ്മാടിയായ ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. എനിക്കിതൊന്നും പുത്തരിയല്ല, പക്ഷേ ഇവന്മാർക്ക് ഇത് ഇച്ചിരി കൂടിപ്പോയി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ഡിവൈഎഫ്ഐക്കാരനെ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. എങ്ങനെയുണ്ടളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു. ഇതെന്തൊരു നാടാ? എല്ലാത്തിനും മാപ്പ്.